കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 5th സെം BBAയുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് പോയി കാണുക. ഇതിൽ നമ്മൾ നോക്കുന്നത് അപ്രോച്ചസ് പെർസ്പെക്റ്റീവ് ടു IR ആണ്. അതായത് ഇൻഡസ്ട്രിയൽ റിലേഷൻസിനോടുള്ള കാഴ്ചപ്പാട് അഥവാ അതിനോടുള്ള അപ്രോച്ചസ് സമീപനമാണ്. ഒന്ന് കഥ പോലെ നോക്കി പോകാം. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എംപ്ലോയേഴ്സും എംപ്ലോയീസും അതായത് പണിക്കാരും മാനേജ്മെൻറ്റും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ ഏതൊക്കെ കാഴ്ചപ്പാടിലൂടെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് ഈ അപ്രോച്ചസ് അഥവാ പെർസ്പെക്റ്റീവിന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കഥ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റത് നമ്മൾ പറയുകയാണെങ്കിൽ യൂണിറ്ററി പെർസ്പെക്റ്റീവ്. എന്താണ് യൂണിറ്ററി പെർസ്പെക്റ്റീവ്? ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആലോചിക്കുക. ഒരു ബേക്കറി, ആ ബേക്കറി ഓൺ ചെയ്തിട്ടുള്ള നടത്തുന്നതാരാണ്? ഒരു ഫാമിലി ടൈപ്പ് ആൾക്കാരാണ്. അതായത് ബേക്കറിയുടെ ഓണർ അരവിന്ദ്. ഓക്കെ, ഈ അരവിന്ദ് അവിടെയുള്ള എല്ലാ പണിക്കാരെയും കാണുന്നത് സ്വന്തം കുടുംബത്തെ പോലെയാണ്. നല്ല ഹാപ്പി ഫാമിലി പോലെയാണ് അയാൾ അവിടുത്തെ പണിക്കാരൊക്കെ കാണുന്നത്. അവിടെ അവർ ഒരുമിച്ച് നിന്ന് പണിക്കാരും ഈ അരവിന്ദും ഒക്കെ കൂടി ഒരുമിച്ച് നിന്ന് നല്ല ഏറ്റവും അടിപൊളി ബ്രെഡ് ഉണ്ടാക്കി വിൽക്കുകയാണ്. അയാൾ ഒരു നല്ലൊരു കെയറിങ് ആയിട്ടുള്ള ഒരു ലീഡറാണ്. അതേപോലെ തന്നെ അയാളും തിരിച്ച് പ്രതീക്ഷിക്കുന്നത് അയാളുടെ എംപ്ലോയീസ് എന്തായിരിക്കണം? ലോയലായിരിക്കണം, കമ്മിറ്റഡ് ആയിരിക്കണം, എല്ലാം വളരെ അടിപൊളിയായിട്ടാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ ഇതിൽ ഈ കഥയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തില്ല, അവിടെ യൂണിയനൊന്നുമില്ല. കാരണം എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരേ ഒരു കാര്യത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അവിടെ എന്തില്ല, തല്ലൂട്ടില്ല, കോൺഫ്ലിക്റ്റ് ഇല്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ക്ലിയർ ആക്കി പോവുകയാണ് നമ്മുടെ അരവിന്ദിൻ്റെ ബേക്കറിയിൽ. അപ്പോൾ അതാണ് യൂണിറ്ററി പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് മാനേജ്മെൻറ്റും സ്റ്റാഫും അവിടുത്തെ എല്ലാ മെമ്പേഴ്സും ഒരേ ഒബ്ജക്റ്റീവ്സ് ഷെയർ ചെയ്യുകയാണ്. അതായത് ഒരേ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടാണ് അവർ പോകുന്നത്. ഒരേ ഇൻട്രസ്റ്റോടുകൂടി പോവുകയാണ്, ഒരേ പർപ്പസോടുകൂടി പോവുകയാണ്. അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ്, കയ്യും ചേർത്ത്, ഹാൻഡ് ഇൻ ഹാൻഡ്. പിന്നെ അതേപോലെ തന്നെ ഒരേ ഗോൾസ്, ഒരേപോലെയുള്ള ഗോൾസ് ഉണ്ട്. അപ്പോൾ യൂണിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ, ഒരുമ. അതിൽ ഒരുമ എന്നുള്ള വേർഡ് യൂണിറ്റി തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി സെക്കൻഡ് വണ്ണാണ് പ്ലൂറലിസ്റ്റിക് പെർസ്പെക്റ്റീവ്. എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് വിത്ത് അവർ ഇൻട്രസ്റ്റ് ആൻഡ് ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഒരു കഥ പോലെ പറഞ്ഞുതരാം. ഈ സെയിം ബേക്കറി, നമ്മുടെ അരവിന്ദിൻ്റെ ബേക്കറിയിലേക്ക് പോവാം. ഈ ബേക്കറിയിലത്തെ കഥ പറയണത് ആരാണ്? പഴയ ഒരു എംപ്ലോയി, അതായത് അവിടുത്തെ ഒരു പണിക്കാരൻ, മിസ്റ്റർ ബിനു. ഓക്കെ, അയാൾ കാലങ്ങളായിട്ട് അവിടെ ഉണ്ട്, ആ ബേക്കറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അയാൾക്കറിയാം എല്ലാവർക്കും ബേക്കറി നല്ലോണം മുന്നോട്ട് പോകണം എന്ന് അയാൾക്കറിയാം. ഓണറിനും എംപ്ലോയീസിനും പല തരത്തിലുള്ള വ്യത്യസ്ത ഇൻട്രസ്റ്റുകളാണ് ഉള്ളതെന്നും ബിനുവിനറിയാം. ഓണറിനാണെങ്കിലോ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കണം, അതായത് ലാഭം ഉണ്ടാക്കണം. പക്ഷേ എംപ്ലോയീസിനോ, അതായത് പണിക്കാർക്ക് എന്ത് വേണം? നല്ല കുറച്ചും കൂടി കൂടിയ സാലറി അഥവാ വേജസ്, ശമ്പളം വേണം. അതേപോലെ തന്നെ കുറച്ചും കൂടി ബ്രേക്ക് വേണം, ടൈം വേണം എന്നുള്ളതൊക്കെ ആർക്കറിയാം? ബിനുവിനറിയാം. അങ്ങനെ ബിനു എന്ത് ചെയ്യണ്? ബിനു വിചാരിക്കുകയാണ് ഇതൊന്നും മോശപ്പെട്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് കൂട്ടർക്കും കൂടി ഇരുന്ന്, അതായത് മാനേജ്മെൻറ്റും എംപ്ലോയീസും കൂടി ഇരുന്ന് ഒരുമിച്ചിരുന്ന് നമുക്കൊന്ന് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ അയാൾ ഉദ്ദേശിക്കുകയാണ് അവിടെ ആര് വേണം? യൂണിയൻ വേണം എന്ന് ബിനു പറയാണ്. അതായത് യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വോയിസ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന് പറയാനുള്ള അവരെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒത്തുതീർപ്പാക്കാനുള്ള ഒരു സംഭവമാണ് യൂണിയൻ. അവർ ഒരുമിച്ച് മാനേജ്മെൻറ്റായിട്ട് ഇരുന്ന് എന്ത് ചെയ്യും? കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലൂറലിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റും എംപ്ലോയീസും ട്രേഡ് യൂണിയൻസും അവർക്കൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ അവിടെ എന്തില്ല? ഭയങ്കര പ്രശ്നങ്ങളോ കോൺഫ്ലിക്റ്റോ തല്ലൂട്ടങ്ങളോ ഒന്നുമില്ല. അവർ അതിനൊന്നൊരു അതായത് ജോലിക്കാരെ ആവശ്യങ്ങളൊന്നും ഒരു വലിയൊരു മോശപ്പെട്ടൊരു കാര്യമായിട്ട് കാണുന്നില്ല. അതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വർക്കിൻ്റെ കാര്യങ്ങളിൽ വരുമ്പോൾ. അപ്പോൾ അവരെന്താ ചെയ്യണത്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് കോൺഫ്ലിക്റ്റൊക്കെ ഒഴിവാക്കി നെഗോഷിയേറ്റ് ചെയ്ത് കോംപ്രമൈസൊക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണ്. അത്തരത്തിലുള്ളൊരു പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാടാണ് പ്ലൂറലിസ്റ്റിക് പെർസ്പെക്റ്റീവ്. ഇനി മൂന്നാമത്തതാണ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഇതിലത്തെ ഒരു കഥ ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ നമ്മുടെ അരവിന്ദൻ്റെ ബേക്കറിയിൽ ഒരു യങ് ആയിട്ടുള്ള ഒരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു വർക്കർ വരികയാണ്. ചിഞ്ചു എന്ന് പേരുള്ള ഒരു വർക്കർ. അപ്പോൾ
അവൾ എന്താ ചെയ്യണത്, ചിഞ്ചുവിന് അവിടെ വന്ന് നോക്കിയപ്പോൾ ഈ അരവിന്ദിൻ്റെ ബേക്കറിന് ഒരു ഫാമിലി ആയിട്ടൊന്നും തോന്നണില്ല, അല്ലെങ്കിൽ അവിടെ ഒരു ഡിഫറെൻറ്റ് കുറച്ച് ഗ്രൂപ്പ് ഉണ്ടെന്നൊന്നും തോന്നണില്ല. ചിഞ്ചുവിന് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബേക്കറി ഓൺ ചെയ്തിരിക്കുന്നത് ഒരു വലിയൊരു പവർഫുൾ ആയിട്ടുള്ളൊരു മനുഷ്യൻ അരവിന്ദ്. അയാളാണെങ്കിലോ കാശ് ഉണ്ടാക്കുകയാണ്. എന്നാൽ ഈ ഹാർഡ് വർക്ക് മുഴുവൻ ചെയ്യുന്നത് ആരാണ്? എംപ്ലോയീസ് ആണ്. അപ്പോൾ ചിഞ്ചുവിൻ്റെ കാഴ്ചപ്പാടിൽ ഓണറും എംപ്ലോയീസും തമ്മിൽ അവിടെ എന്താണ്, സൈലൻ്റായിട്ട് അവിടെ ഒരു തല്ലുപിടുത്തൊക്കെ നടക്കുന്നുണ്ട്. അതായത് ഓണറിന് എപ്പോഴും കൂടുതൽ കാശ് വേണം, എന്നാലോ പണിക്കാർക്കൊക്കെ അത്ര കാശൊന്നും കൊടുക്കുന്നില്ല. ചിഞ്ചുവിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം അവിടെ എന്താ സംഭവിക്കുന്നത്, ഒരു ചെറിയ അഗ്രിമെൻറ്റ് നടക്കണമെന്നായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്ന ഒരു ചെറിയൊരു ഒത്തുതീർപ്പ് വരികയാണെങ്കിൽ അത് ജസ്റ്റ് ടെമ്പററിയാണ്. ടെമ്പററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ചിഞ്ചു മനസ്സിലാക്കുന്നത്. അഥവാ ചിഞ്ചുവിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചിഞ്ചുവിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം, യുണൈറ്റായിട്ട് ഒരുമിച്ച് നിന്നിട്ട് അവിടുത്തെ സിസ്റ്റത്തെ മൊത്തം മാറ്റിമറിക്കണം എന്നാണ് ചിഞ്ചുവിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഈ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിനെ ചുരുക്കി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രഗിൾ ബിറ്റ്വീൻ റിച്ച് ആൻഡ് ദി വർക്കേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സൊസൈറ്റി 2 ക്ലാസ് ആയിട്ടാണല്ലോ ഇപ്പോൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്, മാനേജ്മെൻറ്റും ലേബേഴ്സും. അപ്പോൾ ഈ പെർസ്പെക്റ്റീവിൽ, ഈ കാഴ്ചപ്പാടിൽ ഈ തർക്കങ്ങൾ, കോൺഫ്ലിക്റ്റ് ഒരു നോർമലായിട്ടുള്ള കാര്യമല്ല. ഓണേഴ്സിനാണെങ്കിലും നല്ലോണം പ്രോഫിറ്റ് വേണം, ലാഭം വേണം. പക്ഷേ വർക്കേഴ്സിനാണെങ്കിലോ അവർക്ക് കൂടുതൽ ശമ്പളവും നല്ല വർക്കിംഗ് കണ്ടീഷനും വേണം. അപ്പോൾ ഇതാണ് ചിഞ്ചുവിൻ്റെ പേഴ്സ്പെക്റ്റീവ്, അതായത് മാർക്സിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്. ചിഞ്ചു തന്നെ എഴുതി വെക്കരുത്, ചിഞ്ചുവിൻ്റെ ഒരു കഥ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ അവിടെ എന്ത് വേണം, അവർ ഒരുമിച്ച് നിന്നിട്ട് ആ എൻ്റയർ സിസ്റ്റത്തെ തന്നെ ഒന്ന് മാറ്റിമറിക്കണം എന്നാണ് ആ ഒരു മാർക്സിസ്റ്റ് പേഴ്സ്പെക്റ്റീവിൽ പറയുന്നത്. ഇനി അടുത്തതാണ് ഓക്സ്ഫോർഡ് അപ്രോച്ച്. ഓക്കെ, ഇപ്പോൾ ഓക്സ്ഫോർഡ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെസ്സ് കളി. ഓക്കെ, അതൊരു സ്റ്റോറി പോലെ പറയുകയാണെങ്കിൽ ഒരു ചെസ്സ് കളിക്കാണ്. അപ്പുറവും ഇപ്പുറവും 2 ടീമുണ്ട്, ഒന്ന് മാനേജേഴ്സും ഒന്ന് എംപ്ലോയീസും. അവരാണെങ്കിലോ ഫ്രണ്ട്സും അല്ല എന്നാൽ എനിമീസും അല്ല, ജസ്റ്റ് 2 പേരും 2 സൈഡിൽ. അവർക്ക് 2 പേർക്കും 2 ഗോൾസാണുള്ളത്. 2 പേർക്കും വിൻ ചെയ്യാൻ വേണം, അതായത് ജയിക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അവർ റൂൾസ് ഫോളോ ചെയ്യണം. എന്നാൽ റൂൾ എന്ന് പറഞ്ഞാൽ ഒരു ബുക്കാണോ? അല്ല, കുറേ റൂൾസ് ഉള്ള ഒരു കളക്ഷനാണ്. അപ്പോൾ അതിൽ ലീഗലായിട്ടുള്ള റൂൾ ബുക്ക് വരും. എന്താണ്, അതായത് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളം, അതുപോലെ തന്നെ വർക്കിംഗ് അവേഴ്സ്, സേഫ്റ്റി, ഇതൊക്കെ പറയുന്ന ലീഗലായിട്ടുള്ള റൂൾ ബുക്ക് നോക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകണം. രണ്ടാമത്തത് കമ്പനിയുടെ റൂൾ ബുക്ക് ഉണ്ടാവും. അതായത് പ്രൊമോഷൻ എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ലേറ്റായിട്ട് വന്നാൽ എങ്ങനെ, അങ്ങനെ അത്തരത്തിലുള്ള കമ്പനിയുടേതായിട്ടുള്ളൊരു റൂൾ ബുക്ക് ഉണ്ടാവും. ഇനി യൂണിയൻ്റെ റൂൾ ബുക്ക് ഉണ്ട്. അതിലെന്താണ്, എംപ്ലോയീസും കമ്പനിയും തമ്മിലുള്ള അഗ്രിമെൻറ്റ്, അതേപോലെ തന്നെ അവർ ഹോളിഡേ എടുത്താൽ, ലീവ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പേയ്മെൻറ്റ് കിട്ടുമോ, അത്തരത്തിലുള്ള റൂളൊക്കെ പറയുന്നതാണ് യൂണിയൻ്റെ റൂൾ ബുക്ക്. അപ്പോൾ ഈ ഓക്സ്ഫോർഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റൂൾ ബുക്സിനെയാണ്. അതായത് അവിടെ മാനേജറും എംപ്ലോയീസും തമ്മിലുള്ള ഇഷ്ടമൊന്നും നോക്കില്ല. അവർ ഒരുമിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയുന്നതല്ലേ, നമുക്കെന്നത് അങ്ങനെയൊന്നുമില്ല. അവിടെ റൂള് പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അവിടെ ഫീലിങ്സിനൊരു ഇത് കൊടുക്കൂല, സ്ഥാനം കൊടുക്കൂല. അത് അവിടുത്തെ ഒരു സിസ്റ്റമാണ്, അവിടുത്തെ ഒരു റൂൾസാണ്. അത് ആയിട്ട് മുന്നോട്ട് പോയേ പറ്റൂ. ഇപ്പോൾ അവിടെ ഒരു കമ്പനിയിൽ ആ കമ്പനിയിൽ ഒരു എംപ്ലോയി അൺഹാപ്പി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഓക്സ്ഫോർഡ് അപ്രോച്ച് പ്രകാരം എന്താ പറയുക, ഡോണ്ട് ഗെറ്റ് ഇമോഷണൽ. നമുക്ക് റൂൾ ബുക്ക് നോക്കാം, എന്താണ് കമ്പനിയുടെ പോളിസി എന്ന് നോക്കാം, എന്താണ് യൂണിയൻ്റെ അഗ്രിമെൻറ്റിൽ പോളിസിയിൽ പറയണത്, അതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാം എന്ന് പറയണതാണ്. അപ്പോൾ ഇൻ ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഓക്സ്ഫോർഡ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമലായിട്ടുള്ള റൂൾസും പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടാണ് പറയണത്. അല്ലാണ്ട് അവിടുത്തെ ആളുകളെ കുറിച്ചോ അവിടുത്തെ ഇമോഷൻസോ അത് വെച്ചിട്ടൊന്നുമില്ല. അതൊരു വർക്ക് പ്ലേസ് ആണ്, ജോലി എടുക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ അവിടെ ഒരു സിസ്റ്റം ഉണ്ട്, ജോബ് റെഗുലേഷൻസ് ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓക്സ്ഫോർഡ് അപ്രോച്ച് ഈസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറ്റേഴ്സ് ദ മോസ്റ്റ്. ഓക്കെ, അപ്പോൾ ദിസ് അപ്രോച്ച് ഫോക്കസ് ഓൺ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ റൂൾസ്. It is less about the people and more about the systems and procedures that are in place. It looks at jobs and regulations and legal frameworks to understand how management and employees interact. ഇങ്ങനെ സിമ്പിളായിട്ടും ഇത് എഴുതി വെക്കാം. പിന്നെ ഈ ഓക്സ്ഫോർഡ് മോഡലിൽ ഡൊണോവൻ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഡൊണോവൻ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. ഇപ്പോൾ പണ്ട് ബ്രിട്ടീഷ് വർക്ക് പ്ലേസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കമ്മീഷനാണ്. അവരൊരു വലിയൊരു പ്രോബ്ലം കണ്ടിരുന്നു. എന്താണ്, ഒഫീഷ്യൽ റൂൾസും അവിടെ ഉള്ള റൂൾസും, അതായത് റിയലായിട്ട് കമ്പനിയിൽ നടക്കണ, ഫാക്ടറിയിൽ നടക്കുന്ന റൂൾസും ബുക്കിലുള്ള ഒഫീഷ്യൽ റൂൾസും തമ്മിൽ എന്താവണില്ല, മാച്ച് ആവുന്നില്ല. അപ്പോൾ അവിടെ ഡൊണോവൻ കമ്മീഷൻ എന്ത് പറഞ്ഞു, സ്റ്റോപ്പ്,
അതായത് നിങ്ങൾ റൂൾസ് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുക, ബുക്കിലുള്ള അതേ റൂൾസ് തന്നെ കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. എന്നിട്ട് സിസ്റ്റത്തെ ഫിക്സ് ചെയ്യണം. അതായത് കംപ്ലീറ്റ് ആയിട്ട് റൂൾസ് മാച്ച് ആവണം നിങ്ങളുടെ ബുക്കിലുള്ളതും നിങ്ങളവിടെ ചെയ്യണതും എന്നുള്ളതാണ് ഡൊണോവൻ കമ്മീഷനിൽ പറയുന്നത്. 1965 to 68 ഉണ്ടായിട്ടുള്ളത്. പിന്നെ പറയുന്നത് ഡൺലപ്പ് മോഡലാണ്. ഈ ഡൺലപ്പ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ റൂൾസ് ഇൻ എ വർക്ക് പ്ലേസ്, അതായത് എല്ലാ റൂൾസും ഒരു വർക്ക് പ്ലേസിൽ, ഒരു ഫാക്ടറിയിലോ ഒരു കമ്പനിയിലുള്ള എല്ലാ റൂൾസും ആരെ ബേസ്ഡ് ചെയ്തിട്ടാണ്? മാനേജ്മെൻറ്റും വർക്കേഴ്സും ഗവൺമെൻറ്റും. ഈ 3 തരത്തിലുള്ള ഗ്രൂപ്പ്, 3 ആൾക്കാർ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ്, വർക്കേഴ്സ്, ഗവൺമെൻറ്, ഇവരെ വെച്ചിട്ടാണ് അവിടെ ഉള്ള റൂൾസ് ഉള്ളതെന്നാണ് ഡൺലപ്പ് മോഡലിൽ പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സ്ഫോർഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ റൂൾസ് പ്രകാരം മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇനി ബാക്കിയുള്ളത് നെക്സ്റ്റ് പാർട്ടിൽ അപ്ലോഡ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് പറയുക ഹെൽപ്ഫുള്ളായോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ നോട്ടിഫിക്കേഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കിട്ടും. താങ്ക്